ഹലോ ഗായ്സ്, ടിക്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വണ്ടി 2 ദിവസം ഇല്ലാത്തതുകൊണ്ട് എന്ത് കണ്ടന്റ് ചെയ്യുന്നു ഷോക്ക് അടിച്ചിരിക്കുമ്പോഴായിരുന്നു നമുക്ക് വിചാരിക്കാത്തൊരു കോൾ വന്നു. നമ്മളെ റമീസിന്റെ കോള്. റമീസ് നമ്മളെ സ്വന്തം വണ്ടി, റമീസിന്റെ സ്വന്തം വണ്ടി ഇന്റീരിയർ ഫോം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3Mന്റെ ഫോം വാഷ് നമുക്ക് ഓർഡർ ചെയ്തു. അദ്ദേഹത്തിന് സ്വന്തം ചെലവില് സ്വന്തം വണ്ടിയാണ് നമുക്ക് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വണ്ടിന്റെ ഇന്റീരിയർ എങ്ങനെ ഫോം വാഷ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടിൻ്റെ ഉള്ളിലേക്കോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അന്ന് അൺബോക്സ് ചെയ്തേക്കാം. കാരണം ഓർഡർ ചെയ്തിട്ട് നമ്മൾ പൊളിച്ചിട്ടില്ല. ഇതെങ്ങനെ പൊളിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ സ്പ്രേയറിൻ്റെ സാധനത്തിനൊന്നും റിട്ടേൺ ഇല്ല. ഡാമേജ് ആണെങ്കിൽ നിങ്ങൾ അതും കൂടി കണ്ടോ, വെറുതെ വെക്കുകയല്ലേ. നിങ്ങൾക്കറിയാലോ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഈ സ്പ്രേ ഐറ്റംസിനൊന്നും റിട്ടേൺ വരില്ല. കുഴപ്പമില്ല, നല്ല കിടിലം പാക്കേജ്. യെസ്, പൊളി. യെസ്, സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഫ്ലിപ്കാർട്ട് നമ്മൾ ചതിച്ചെന്ന് തോന്നുന്നു. MRP 541 ഉറുപ്പ്യേ ഉള്ളൂ. ഉറുപ്പ്യായി ഡെലിവറി അടക്കം. പ്രശ്നമില്ല, ഡെലിവറി ചാർജ് ഉള്ളൂ. എന്നാലും അപ്പം 100 രൂപ നഷ്ടമല്ലേ? ഒരു 100 രൂപ അടുപ്പിച്ചിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. ഷോപ്പിൽ തന്നെ വാങ്ങാം. സാധനം കൊള്ളാം. വിത്ത് അക്വാ DM ഫീച്ചർ എന്തോ സ്പെഷ്യൽ ഐറ്റം തോന്നുന്നു ഇതിൻ്റെ. നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയുള്ളത്. നമുക്ക് അധികം ബോധിപ്പിക്കാണ്ട് പണി തുടങ്ങാം. നമുക്ക് പണി തുടങ്ങിയേക്കപ്പാ, നേരെ പണിപ്പുരയിലേക്ക്, അല്ല വണ്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറി നോക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സീറ്റ് അത് ഇതൊക്കെ ഒരു ഏകദേശം ഒരു പൂപ്പൽ ടൈപ്പ്. എന്താ പറഞ്ഞാൽ ഒരു വെള്ളം തട്ടിയിട്ട് കുറേ കാലമായിട്ടൊന്നും ടച്ച് ചെയ്തില്ലാത്ത അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കച്ചറയാണ് ഈ വണ്ടിയിൽ മൊത്തമായിട്ട് ഉള്ളത്. എല്ലായിടത്തും എന്താ പറയുക നമുക്ക് അറിഞ്ഞൂടാ. ഒരു പൂപ്പൽ എന്നൊക്കെ പറയും. ഇതിൻ്റെ ബാക്ക് സീറ്റൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ട പിന്നെ അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് റൂഫ് ക്ലീൻ ആക്കുന്നത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റൂഫ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് 3Mന്റെ ഫോം വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ. നമുക്ക് തോന്നുന്നു നമ്മൾ അന്ന് കാണിച്ചതിനെക്കാട്ടി ബെറ്റർ ആണെന്ന് തോന്നുന്നില്ല. ഇത് സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ കുറച്ച് ക്യാഷ് കിട്ടും. അത് തീരെ ക്യാഷെല്ലാം അധ്വാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാശ് ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ്. ഈ ബ്രഷ് നിങ്ങൾക്ക് സണ്ട അറിയാം, അത്രയ്ക്ക് സോഫ്റ്റ് സാധനം. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്, അങ്ങനത്തെ സോഫ്റ്റ് സാധനം. പിന്നെ നമ്മളെ ഫോം വാഷും. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. ഈ ഡോർ പാഡ് കണ്ട, ഇത് മൊത്തം പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ പൂപ്പൽ തന്നെ, ശരിയായ പൂപ്പലാണ്. പൂപ്പൽ പിടിച്ചൊരു ഫീൽ ആയിട്ടുണ്ട് ഇത് മൊത്തം. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഫസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഇത് അടിക്കേണ്ട രീതി, ഇതിൽ കൊടുത്ത രീതിയിൽ തന്നെ നമ്മൾ അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ചെയ്ത് ഒരു 10-15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് ഫുള്ളായിട്ട് അടിക്കുക ആദ്യം. എന്നിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇത് പെനട്രേറ്റ് ചെയ്യാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒന്ന് പെനട്രേറ്റ് ചെയ്ത് കയറിക്കോട്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ സ്മൂത്ത് ബ്രഷ് എടുത്തിട്ട് കണ്ടാൽ തന്നെ അറിയാം. നോക്കിയാൽ ചളി വരുന്ന നോക്കിയാൽ കളർ കണ്ട, ചളി വരുന്നുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് അരച്ച് ഫുള്ളായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ വാക്വം ക്ലീനർ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ വാക്വം ക്ലീനർ നിർബന്ധമില്ല. നമ്മുടെ അടുത്ത് വാക്വം ക്ലീനർ ഉണ്ട്. ഈ ഗ്യാപ്പുകളിലൊക്കെ ഈ ഫോം ഉണ്ടാവില്ല, അത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം ക്ലീനർ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയിട്ട് തുടച്ചാൽ തന്നെ മതി. തുണിയിട്ട് തുടച്ചൊന്ന് നല്ല വൃത്തിക്കൊന്ന് തുടച്ച് കഴിഞ്ഞാൽ സാധനം കൈമേൽ വരും. നമ്മുടെ അടുത്ത് ഇപ്പോൾ സാധനം ഉണ്ട്, മെഷീനുണ്ട് വാക്വം ക്ലീനർ, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഗ്യാപ്പിൽ വൃത്തിയായി തുടക്കണം, അത് വിട്ടുവേണ്ട. ഇതിപ്പോൾ നമുക്ക് വാക്വം ക്ലീനർ കൈമേൽ ഉണ്ടാകാൻ വേണ്ടി യൂസ് ചെയ്താണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ വാക്വം ക്ലീനറെ കൊണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ആ സ്വിച്ചിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതിനെക്കൊണ്ട് വളരെ ഉപകാരം. ഈ സ്വിച്ചിൻ്റെ ഇടയ്ക്കൊക്കെ കൂടി ഒന്ന് കാറ്റ് വിട്ടാൽ മതി. കണ്ട മൊത്തമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് വന്നോളൂ. അതുകൊണ്ട് ഇതിനെ കൂടുതൽ ടെൻഷനും ഇല്ല, സമയലാഭവും ആകും നമുക്ക്. അപ്പോൾ കാശ് കണ്ടല്ലോ, ഇതുപോലെ മൊത്തം വാക്വം ക്ലീനർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. കാരണം മറ്റേ ഇടക്കിടക്കെല്ലാം കുറച്ച് ഉണ്ടായിന്ന് വരും. പിന്നെ അതിൻ്റെ ഒരു കല ഉണ്ടാവും. ആ കലയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം വാക്വം ക്ലീനേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, സാധാ കോട്ടൺ തുണി ആയാലും മതി.
അങ്ങനെ നമ്മൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് വീണ്ടും രണ്ടാം ഘട്ടത്തിലേക്ക് ഇരിക്കുന്നു. ഡാഷ്ബോർഡാണ് അടുത്ത പരിപാടി. ഡാഷ്ബോർഡൊക്കെ കുറച്ചും കൂടി സിമ്പിൾ പരിപാടിയാണ്. അങ്ങ് നീട്ടി അടിച്ചാൽ മതി. ഒരു രസമുണ്ട് കാണാൻ തന്നെ. ഫോമൊക്കെ ഇങ്ങനെ പതഞ്ഞ് കിടക്കുന്ന കാണാൻ. അത് മൊത്തമായിട്ട് നമ്മൾ അടിക്കുന്നത് ഒരു ഡാഷിൻ്റെ സൈഡ് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ അതും ഇതേപോലെ വരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ നമ്മൾ തുണിയിട്ടിട്ട് തുടക്കാം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയൊന്ന് തുണിയിട്ട് തുടച്ചിട്ട് ഇവിടെ ആക്കിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ല, തുണിയില്ലാണ്ട് അല്ല വാക്വം ക്ലീനർ ഇല്ലാണ്ട് വൃത്തിയാക്കിയാൽ വൃത്തിയാവുമെന്ന്. ഇതിപ്പോൾ നമ്മൾ അതിനെ ഉരക്കാൻ പോയെന്ന് ഉരച്ചതിന് ശേഷം നമ്മൾ തുണിയിട്ടിട്ട് എങ്ങനെ തുടക്കേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ മൊത്തമായിട്ട് ഉരച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് മൊത്തം തുടക്കിയെന്ന്. ആദ്യം ഫുള്ളായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടി ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സൈഡിലെ ഡാഷ്ബോർഡ് മിന്നി തിളങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സൈഡ് ബാക്കിലെ സീറ്റൊക്കെ എങ്ങനെ തുടക്കാമെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. പിന്നെ റൂഫിലേക്ക് കിടക്കണം. എല്ലാം കൂടി നമുക്കിന്ന് ചെയ്ത് വണ്ടി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മളേതാ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മൊത്തമായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ആ ഏരിയ മൊത്തം അങ്ങ് ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടല്ല, നല്ല പുതുപുത്തനായിട്ടുണ്ട്. അതിൻ്റെ മാർക്കോ ഒന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ സീറ്റിലേക്ക് വരും. ആദ്യം നമുക്കൊന്ന് ബാക്കിലെ സീറ്റ് ഒന്ന് വാക്വം ചെയ്തെടുക്കാം. മൊത്തം അവിടെ പൊടിയൊക്കെ ഉണ്ട്, കുറേ എന്താ പറയുക ചിപ്സിൻ്റെ അതിൽ നിന്നൊക്കെ പൊടിയുണ്ട്. അതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫോം അടിച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളെ ആ സെയിം പരിപാടി തന്നെ ഇവിടെയും ചെയ്യാം. വാക്വം ക്ലീനർ ഇല്ലാത്ത ആള് ബ്രഷ് എടുത്തിട്ട് വൃത്തിയാക്കാം. ഉറപ്പിക്കാതെ എന്നാലേ ഒരു വൃത്തി കിട്ടത്തുള്ളൂ. അതന്നെ, അതുകൊണ്ട് നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇട്ട് തുടച്ചാലും മതി, അത്രേ വേണ്ടൂ. ഇനി നമുക്ക് എങ്ങനെ റൂഫ് ക്ലീൻ ആണെന്ന് നോക്കാം. റൂഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് കുറച്ച് ഫോം അങ്ങ് അടിക്കുക. എന്നിട്ട് മുകളിലേക്ക് എടുത്തിട്ട് മുകളിലേക്ക് എടുത്തിട്ട് സാധനം അങ്ങ് ഒരച്ചങ്ങ് വൃത്തിയാക്കുക. ഇത് ഒരക്കുന്നതിന് കൂടെ തന്നെ ഇതിൻ്റെ ചളി നമ്മളെ പേപ്പർ തുണിയിലേക്ക് അങ്ങ് പറ്റി പിടിച്ചോളൂ ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ റൂഫ് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചത് ഊരാതെ ചെയ്യാൻ പറ്റുമോ എന്ന്. അതിനുള്ളൊരു ഉത്തരാണിത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ആരും ജസ്റ്റ് ഒന്ന് തുണിയിലേക്ക് അടിക്കുക, വരക്കുക, വേറെ ഒരു പണിയുമില്ല. അപ്പോൾ ഈ തുണി കണ്ടല്ല ഫുൾ കച്ചറ. ഈ കച്ചറ മൊത്തം വന്ന് ഈ റൂഫിൻ്റെ മേലിൽ നിന്നാണ്. റൂഫ് നോക്ക് എത്ര വൃത്തിയായിരുന്നല്ലേ, പൊളിയായില്ല സാധനം കിടക്കാച്ചേക്കിന്. എന്ത് പറഞ്ഞാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ മെത്തേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാങ്ങിയ 2-in-1 ഉപകാരമാണ്. റൂഫും ക്ലീനായി, ഇന്റീരിയറും ക്ലീനായി. സാധാരണ റൂഫ് ക്ലീനാക്കാൻ മാത്രം എത്ര 2 റുപ്യ എടുക്കാനും വേണം. ഇപ്പോൾ ഒരു 600 റുപ്യയുടെ സാധനം വാങ്ങിച്ചാൽ റൂഫ് ഒറ്റയടിക്കാൻ ക്ലീൻ വൃത്തിയാക്കി കിട്ടി. സിമ്പിൾ മെത്തേഡ്. ഇതല്ലേ നമ്മുടെ വണ്ടി നല്ല നീറ്റായിട്ടുണ്ട്. ഏകദേശം നോക്കി വരുമ്പോൾ തന്നെ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാൽ നല്ല പൂപ്പിലടിച്ച സാധനം ഫുൾ ക്ലീൻ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഫ്ലോറും കൂടി ക്ലീൻ ചെയ്ത്, എന്തായാലും സാധനം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഒരു കുപ്പി ഫുള്ളായിട്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഫ്ലോറും അങ്ങ് ക്ലീൻ ചെയ്തെടുത്തിട്ടിട്ട് മാറ്റ് അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ സീറ്റുകൾ ഇത് ക്ലീൻ ചെയ്യാൻ പൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം. അതാണ് ഈ സീറ്റ് നല്ല പൂപ്പലടിച്ചിട്ടുണ്ട്, നല്ലോണം പൂപ്പലുണ്ടായ സീറ്റായിരുന്നു. ഫുൾ ക്ലീനായി ആ സീറ്റ്. അതിൻ്റെ എന്താ പറയുക എഫക്റ്റ് കണ്ടത് ഞാൻ ഈ സീറ്റിലാണ്. ബാക്കി എല്ലായിടത്തും പിന്നെ ഓക്കെ എന്ന് പറയാം. ഈ സീറ്റിൽ അത് പൊളിച്ചടക്കിയ പ്രകടനമാണ് കാണിച്ചത്. പിന്നെ നമ്മൾ വാക്വം ക്ലീനർ യൂസ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ പൊടിയുണ്ട്. ആ പൊടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. നിർബന്ധമില്ല, പിന്നെ ഈ വണ്ടി പൂട്ടിയിടുന്ന വണ്ടിയാണ്, മീൻസ് അങ്ങനെ എടുക്കലില്ല. അതുകൊണ്ടാണ് വാക്വം ക്ലീനർ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. വെള്ളം വരില്ല, ഫോമാണെന്ന് അറിയാം, എന്നാലും ഓരോ തുള്ളിയായിട്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ക്ലീൻ ചെയ്തത്. പിന്നെ നമ്മളെ റൂഫ് ക്ലീൻ ചെയ്തത് ഒരു രക്ഷയില്ല, നല്ല കിടുക്കാച്ച ഐറ്റം. അയച്ച് റൂഫ് ക്ലീൻ ചെയ്യാൻ നമ്മൾ കാണിച്ചിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് പക്ഷേ കുറച്ച് പൈസ ചിലവുണ്ട്. അതന്നെ, സാധനം കൊള്ളാം, നല്ല ക്ലീൻ ആയിട്ടുണ്ട് മൊത്തമായിട്ട്. നമ്മൾ ഈ ഏരിയ ഒക്കെ മൊത്തമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട്. എന്തായാലും അത് അയച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഫുള്ളായിട്ട് അതും ക്ലീൻ ചെയ്ത് വണ്ടിയും അങ്ങ് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാമെന്ന് സിമ്പിൾ മെത്തേഡാണ്. ഈ സാധനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങാത്തതിൻ്റെ കാരണം അതിൽ നോക്കിയപ്പോൾ ഫുള്ള് ഡിഫക്റ്റീവ് പാക്കിംഗ് ആണ് കണ്ടത്. കാരണം സ്പ്രേ ഐറ്റംസ് അറിയാമല്ലോ, സ്പ്രേ ഐറ്റം ഇങ്ങനത്തെ വാട്ടർ ലിക്വിഡ് ഐറ്റം ഒന്നും റീപ്ലേസ് ഇല്ല, റിട്ടേണും റീപ്ലേസും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ട് നോക്കിയത്, അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ കുറച്ച് കൊള്ളാം, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങലായിരിക്കും നല്ലത്. ഓൺലൈൻ പർച്ചേസ് സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 549 റുപ്യ MRP ഉള്ളതിന് 541 നമുക്ക് കൊടുത്ത 700 റുപ്യക്ക് മേൽ കൊടുത്തിട്ടാണ് ഓൺലൈൻ സാധനം വാങ്ങിച്ചത്. സ്വാഭാവികമായിട്ട് MRPക്ക് മേലിൽ എന്തായാലും ഒരു ഷോപ്പിൽ നിന്നും വെക്കൂല. അതിന് അല്ല കുറച്ച് താഴോട്ടേക്ക് വരും. 520 ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ ഇത് കിട്ടാൻ ചാൻസ് എനിക്ക് തോന്നുന്നു 3M ആയതുകൊണ്ടാണ് ഡൗട്ട്. എല്ലായിടത്തും ഫോമിംഗ് കാർ ഇന്റീരിയർ ക്ലീനർ അത് തപ്പി എടുത്താൽ മതി, കിട്ടും, സാധനം കിട്ടും. കിട്ടാണ്ട് എല്ലാ ആഴ്ചയോടും 200 റുപ്യ നമുക്ക് ലാഭമാണ്. നമുക്ക് അറിയില്ലായിരുന്നു റേറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം പറ്റി. പക്ഷെ സാധനം കൊള്ളാം, നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ ബൈ. റൂഫ് ക്ലീനിങ് We'll be right back.